ഈ ചെറിയ പെൺകുട്ടിയെ ഈ പട്ടി കടിക്കാൻ വേണ്ടി വരുന്നു. ഇത് കണ്ടതും പേടിച്ചുപോയ കുട്ടി പിന്നിലൊരു വലിയ കുഴിയുള്ളത് ശ്രദ്ധിക്കാതെ വരുന്നു. ഇത് ദൂരെ നിന്നും കണ്ട ആ പെൺകുട്ടിയുടെ അച്ഛൻ ഉടനെ ഒരു കല്ലെടുത്ത് അതിനെ ഓടിക്കാൻ നോക്കുന്നു. എന്നാൽ ആ പട്ടി ഓടുന്നത് കണ്ടു ഭയന്ന ഈ കുട്ടി അറിയാതെ കാല് സ്ലിപ്പായി ആ കുഴിയിലേക്ക് വീഴുന്നു. ആ കുട്ടി വീഴുന്നത് കണ്ടതും കുട്ടിയുടെ അച്ഛനും ചാടി രക്ഷിക്കാൻ നോക്കുന്നു. എന്നാൽ അതിൽ ഇയാളുടെ തലചെന്നിടിച്ച് ഇയാളുടെ ബോധം പോകുന്നു. ബോധം വന്ന ശേഷം നോക്കിയപ്പോ ഇയാളുടെ മകൾ ഭാര്യയുടെ കൂടെയാണുള്ളത്. എന്നാലും ആ കുട്ടിയുടെ നെറ്റിയിൽ മുറിവുണ്ടായിട്ടുണ്ട്. സോ ഉടനെ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ഇയാൾ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ സമയം രാത്രിയായിട്ടും കുട്ടി പുറത്തു വരാഞ്ഞത് കണ്ടപ്പോ അവിടെ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ഒരു ലേഡിയോട് ഇയാളുടെ മകളുടെ പേര് പറഞ്ഞു ചോദിക്കുന്നു. എന്നാൽ റിസപ്ഷനിൽ ഇരിക്കുന്ന ആ ലേഡി ഈ സമയം വരെ ഈ പേരിൽ ആരും തന്നെ ഇവിടെ അഡ്മിറ്റ് ആയിട്ടില്ല എന്ന് പറയുന്നു. ഇത് കേട്ടതും ഈ ഹോസ്പിറ്റലിൽ എന്തോ സ്കാം നടക്കുന്നുണ്ടെന്ന് കരുതി അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. എന്നാൽ അതിനുശേഷം പോലീസ് വന്ന് ഇയാളെ ചോദ്യം ചെയ്ത ശേഷമാണ് ഒരു സത്യം മനസ്സിലാവുന്നത്. താഴേക്ക് വീണപ്പോ തന്നെ ഇയാളുടെ മകൾ സ്പോട്ടിൽ മരണപ്പെട്ടിരുന്നു. ഇത് ചോദിക്കാൻ വന്ന ഇയാളുടെ ഭാര്യയെ ഇയാൾ തള്ളിയ സമയത്ത് തന്നെ ഭാര്യയും മരണപ്പെട്ടിരുന്നു. സോ ഇയാളുടെ തലയ്ക്ക് പരിക്ക് പറ്റിയത് കൊണ്ട് മരണപ്പെട്ടുപോയ രണ്ടുപേരും ജീവനോടെയുള്ളതായി ഇയാൾക്ക് ഹാലൂസിനേഷൻ വന്നതാണ്.